വ്യാപക ക്രമക്കേട് വോട്ടർ പട്ടികയിൽ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വോട്ടിംഗ് മെഷീനിലെ തകരാറിനെ തുടർന്ന് കൂട്ടത്തോടെ വോട്ട് ചെയ്യാനാതെ ആളുകൾ മടങ്ങിപ്പോകുന്നു എന്ന വാർത്തയും ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തു വരികയാണ്. സ്വന്തം വോട്ട് മറ്റൊരാൾ ചെയ്തുവെന്ന തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ വ്യാപകമായി പരാതികൾ ഉയർന്നു വരുന്നു. തിരുവനന്തപുരം പാൽക്കുളങ്ങര UP സ്കൂളിലെ 37-ാം ബൂത്തിൽ കള്ളവോട്ടെന്നുള്ള ആരോപണം വന്നിരിക്കുന്നു. പൊന്നമ്മാൾ ഭഗവതി എന്ന 78-കാരിയാണ് ആരോപണവുമായി എത്തിയിരിക്കുന്നത്. വോട്ടിന്റെ കയ്യിൽ മഷി പുരട്ടിയതിനു ശേഷം വോട്ട് ചെയ്യുന്നത് നിഷേധിച്ചു. മറ്റൊരാൾ വോട്ട് ചെയ്തെന്ന് ബൂത്ത് ഏജന്റുമാർ അറിയിച്ചതിനെ തുടർന്നാണ് വോട്ട് നിഷേധിച്ചത്. അതേസമയം കൊല്ലം നഗരത്തിലെ പട്ടത്താനം SNDP UP സ്കൂളിലെ 50-ാം നമ്പർ ബൂത്തിൽ മഞ്ജു എന്ന യുവതിയുടെ വോട്ടും കള്ളവോട്ട് ചെയ്തതായി വാർത്തകൾ പുറത്തുവരികയാണ്. 7:45-നാണ് യുവതി വോട്ട് ചെയ്യാനെത്തിയത്. അതിനു മുൻപേ ആരോ വോട്ട് ചെയ്തു. വോട്ട് ചെയ്യണമെന്ന് മഞ്ജു നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കി. ഈ ബൂത്തിൽ രണ്ടാമതായി വോട്ട് ചെയ്ത യുവതിയാണ് കള്ള വോട്ട് ചെയ്തതെന്ന് സംശയമുണ്ട്. ഇവരെക്കുറിച്ച് പോളിംഗ് ഏജന്റ് സംശയം പ്രകടിപ്പിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു. സംഭവം ഗൗരവമായി കണ്ട അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ S. കാർത്തികേയൻ പറഞ്ഞിട്ടുണ്ട്. കള്ള വോട്ട് ചെയ്ത യുവതിയെ പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും വ്യാപകമായി ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കള്ള വോട്ടിനെ സംബന്ധിച്ച് പരാതി തിരുവനന്തപുരത്തും കൊല്ലത്തു നിന്നും ഉയർന്നു വരുന്നു. മാത്രവുമല്ല, പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതിനെ തുടർന്ന് പലർക്കും തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലത്ത് കൈപ്പത്തിക്ക് കുത്തുമ്പോൾ ആ വോട്ട് താമരയ്ക്ക് പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. വലിയ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കോവളം നിയോജക മണ്ഡലത്തിലാണ് കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തുന്ന വോട്ടുകൾ താമരയ്ക്ക് പോകുന്നതായുള്ള പരാതി ഉയർന്നു വരുന്നത്. തിരുവനന്തപുരം കോവളം ചൊവ്വര മാധപുരത്തെ 151-ാം നമ്പർ ബൂത്തിലാണ് കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തിയ വോട്ടുകൾ താമരയിൽ തെളിയുന്നതായി കണ്ടത്. ഇതേ തുടർന്ന് പാർട്ടി പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ബൂത്തിൽ 76 പേർ വോട്ട് ചെയ്ത ശേഷമാണ് ഈ തകരാർ ശ്രദ്ധയിൽപ്പെട്ടത്. വോട്ടിംഗ് മെഷീനിൽ കുത്തിയ ചിഹ്നമല്ല VVPAT-ൽ കണ്ടതെന്ന പരാതിയുമായി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പ്രിസൈഡിംഗ് ഓഫീസറെ സമീപിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. ഏതായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം സ്ഥലത്ത് നടക്കുന്നുണ്ട്. LDF പ്രവർത്തകരും ഇവർക്കൊപ്പം പ്രതിഷേധിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. രാവിലെ മോക്ക് പോൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നാണ് വിവരം. ദേശീയ തലത്തിൽ പലയിടത്തും സമാനമായ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ആദ്യമായാണ് കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയ്ക്ക് പോയതായുള്ള ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നത്.